ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പം 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള റവ എടുക്കാം. പിന്നെ നെയ്യിൽ വറുത്ത് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ തേങ്ങാക്കൊത്തും എള്ളും എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ഏലക്ക പൊട്ടിച്ചിട്ടതും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ലേശം സോഡാപ്പൊടിയുടെ നമുക്ക് ആവശ്യമുണ്ട്, അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇത്രയുമാണ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ആദ്യമേ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഏലക്കായും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചെടുത്ത ഏലക്കായുടെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയതായതുകൊണ്ടാണ് 4 എടുക്കുന്നത്. ഒരു മീഡിയം സൈസിലൊക്കെയുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 2 ചേർത്ത് കൊടുത്താൽ മതി. ഈ 4 ചേർത്തതിന് ശേഷം ഇതിനകത്തിട്ട് ഈ പഴവും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിനെയും മാറ്റി വെക്കാം. ഇനി ആദ്യമേ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം എടുത്തു വച്ചിരിക്കുന്ന മൈദ, അതോടൊപ്പം റവ 2 ടേബിൾ സ്പൂണാണ്. ഇനി ലേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു പകുതി മൂത്ത് വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കറുത്ത എള്ളൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ വറുത്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിപ്പം മാറ്റി വെക്കാം. കുറച്ചുകൂടെ ആ നെയ്യിലിരുന്നിട്ട് ആ ചൂടത്തിരുന്ന് അതങ്ങ് സെറ്റായിക്കോളും. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയും ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ളതാണ്. അത് ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കാം. ഇനിയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളിലേക്ക് നമ്മൾ ഇപ്പോൾ ആദ്യമേ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ ആ നെയ്യോടുകൂടി ചൂടോട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പഴവും ഏലക്കായാലും കൂടെ പൊടിച്ചതും കൂടെ അതൊന്ന് മിക്സ് ചെയ്ത് അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന ശർക്കര പാനിയോട് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാമോളം ശർക്കര ഉരുക്കിയതാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി മുഴുവൻ ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ഈ തരത്തിലാണ് കിട്ടിയത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി പച്ചവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഒരു തിക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ഇത് ഒഴിച്ച് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ സ്പൂണിൽ നിന്ന് സ്മൂത്തായിട്ട് തന്നെ വീഴുന്ന രീതിയിൽ അതേ രീതിയിൽ ബാറ്ററാക്കി കിട്ടണം. ഇനി ലേശം ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഞാൻ ബേക്കിംഗ് സോഡ, ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് വെക്കുന്നൊന്നുമില്ല, ഇപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി അടുപ്പ് കത്തിച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിത് ഈയിടെ മേടിച്ച ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് എല്ലാ കുഴികളിലേക്കും നമുക്ക്
വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ലേശം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ നെയ്യുടെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് നെയ്യ് കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പോൾ കുഴികളിലെല്ലാം സൈഡും വഴിയുള്ള കുഴികളിൽ ആദ്യമേ ഒഴിച്ചു കൊടുക്കാം. നടുക്ക് വരുന്ന കുഴിയിലാണ് നന്നായിട്ട് തീ കിട്ടുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡിലുള്ള കുഴികളിലൊക്കെ ഒഴിച്ചതിന് ശേഷം മാത്രം നടുക്കെ കുഴികളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 7 കുഴിയുള്ള ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് കുറച്ചൊന്ന് മൂത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ആയി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ണിയപ്പം ചുടാനെ കൊണ്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഓണമൊക്കെ വരുവാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.